അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് കണ്ണൂർ വളവട്ടണം പാപ്പിനിശ്ശേരി ഭാഗത്തേക്ക് ഒരു സിയാറത്ത് യാത്രക്ക് ഇറങ്ങിയതാണ്. നമ്മുടെ കൂടെ ജുബൈർ ഉണ്ട്, നമ്മളെ കർണാടക ബ്ലോഗില് കൂടെ ഉണ്ടായ ആളുണ്ട്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ വളവട്ടണത്തെ വിഷ്വൽസ് ആണ് ഉണ്ടാവുക. അതായത് നമ്മള് പകർത്തിയെടുത്ത വിഷ്വൽസ് അല്ല. വളവട്ടണം നാട് നിങ്ങൾക്കറിയാം, ഒരുപാട് അതെ, കണ്ണൂരിന്റെ പൈതൃക ഭൂമി, ഒരുപാട് പൈതൃകങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് വളവട്ടണം എന്ന് പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ വളവട്ടണം, ഒരുപാട് മഹാന്മാര് അവിടെ അന്തി ഉറങ്ങുന്നുണ്ട് അല്ലെ. അപ്പോ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ വളവട്ടണത്തേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ അവിടെയുള്ള ഒരു ടീം വളവട്ടണത്തെ എല്ലാ ചരിത്ര സംഭവങ്ങളും ഒരു ഡോക്യുമെന്ററി ആയി അടിപൊളിയായിട്ട് പരമാവധി വീഡിയോ ക്വാളിറ്റിയിലൊക്കെ തന്നെ അവർ ചെയ്ത ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അപ്പൊ അവരുടെ സമ്മതത്തോടുകൂടെ നമ്മുടെ വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെടുത്ത വിഷ്വൽസിന് പകരം അവരുടെ ആ ഡോക്യുമെന്ററി ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഏതായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എന്നും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. അതുപോലെ പിന്നെ ഇന്നത്തെ മറ്റു വിശേഷങ്ങൾ, മറ്റു മക്കാമിലേക്ക് പോകുന്നതിന്റെ വിശേഷങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലെ വീഡിയോകളിലുണ്ടാവും. അപ്പൊ ഏതായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാവരും വരിക. അപ്പൊ ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോവാം. അപ്പൊ ഏതായാലും നമുക്ക് വണ്ടി എടുക്കാം. വളപട്ടണം കണ്ണൂർ നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ വടക്ക് മാറിയാണ് വളപട്ടണം സ്ഥിതി ചെയ്യുന്നത്. ബൃഹത്തായ പൈതൃക മഹിമയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ നാട്. അറബി ഗ്രന്ഥങ്ങളിൽ ബത്ഫത്തൻ എന്നും മുസ്ലിം ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പ്രവാഹത്തോടെ ആത്മീയ നഗരമായി മാറിയ ഇവിടം ഔലിയാവത്തൻ എന്നും, വാളിന്റെ ശക്തി അധികാരം നിർണയിച്ചിരുന്ന കാലത്ത് വാളോർ പട്ടണമെന്നും, വാണിജ്യ സിരാകേന്ദ്രമായിരുന്നപ്പോൾ വലിയ പട്ടണം എന്നും, വല്ലഭൻ കോലത്തിരി ഭരണ തലസ്ഥാനമാക്കിയപ്പോൾ വല്ലഭ പട്ടണമെന്നും അറിയപ്പെടുന്ന ഈ നാടിന്റെ സ്ഥലനാമ ചരിത്രം തന്നെ പൈതൃക സമ്പുഷ്ടമാണ്. കക്കുളങ്ങര പള്ളി. ഇത് ചരിത്രപ്രസിദ്ധമായ കക്കുളങ്കര മസ്ജിദ് കേരളത്തിലെ സാദാത്തുക്കളുടെ ആദ്യ കണ്ണിയും ബുഖാരി കബീലയിലെ പ്രഥമനുമായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് പള്ളിയോടനുബന്ധിച്ച മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹിജ്റ 9-ാം ശതകത്തിൽ ബുഖാറയിൽ നിന്ന് അനേകം മൈലുകൾ താണ്ടിയാണ് മഹാനുഭാവൻ ഇവിടെ എത്തുന്നത്. ഹസ്രത്ത് ജലാലുദ്ദീൻ ബുഖാരിയുടെ ആഗമനകാലത്ത് ഖാദി സീദി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു സിദ്ദീഖി പരമ്പരയിലെ വളപട്ടണത്തെ 21-ാമത്തെ ഖാദിയാണെന്നറിയുമ്പോഴാണ് ഈ നാടിന്റെ ഇസ്ലാമിക പൈതൃകവും ആധ്യാത്മിക പാരമ്പര്യവും ബോധ്യമാവുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 3-ാമത്തെ മകനും താബിഉമായ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആണ് ഇവിടുത്തെ സിദ്ദീഖി പരമ്പരയിലെ ആദ്യ ഖാദി. മഹാനവറുകളുടെയും ഖാദി സീദി ഇബ്രാഹിമിന്റെയും മഖ്ബറകൾ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ ഈ കെട്ടിനുള്ളിലാണ്. വളപട്ടണം മന്ന ഖബർസ്ഥാൻ. വളപട്ടണം മന്ന ഖബർസ്ഥാൻ ഇപ്പോഴും അറിയപ്പെടുന്നത് പെരുന്നാൾ പറമ്പ് എന്നാണ്. ആദ്യകാല പെരുന്നാൾ നിസ്കാരവും മഴയെ തേടിയുള്ള നിസ്കാരവും തുടങ്ങി സമൂഹ പ്രാർത്ഥനകൾ നടന്നിരുന്നത് ഇവിടെയാണ്. ഇതിന്റെ ജീവിക്കുന്ന തെളിവെന്നോണം പൂർണ്ണമായി കല്ലിൽ തീർത്ത ഒരു മിമ്പർ ഇവിടെ നശിക്കാതെ ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നു. കോയമ്മത്തങ്ങളുടെ കാലത്ത് ഇവിടെ 3 പുരാതന ഖബറുകൾ കാണപ്പെടുകയുണ്ടായി. മീസാൻ കല്ലുകളിൽ നിറയെ അറബി ലിഖിതങ്ങൾ ഉണ്ടെങ്കിലും
ഇതുവരെ വായിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും വലിയ മീസാൻ കല്ലിൽ ഹിജ്റ 620 ശവ്വാൽ 10 എന്ന് വായിക്കാനാവുന്നുണ്ട്. ഈ ഖബർസ്ഥാന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത മുഴുവൻ റെഡിമെയ്ഡ് ഖബറുകളാണെന്നതാണ്. കേരളത്തിലോ ഇന്ത്യയിലോ മറ്റെങ്ങും കാണാത്ത വിധത്തിൽ പണ്ടെങ്ങോ കുഴിച്ചുവെക്കപ്പെട്ട റെഡിമെയ്ഡ് ഖബറുകൾ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോഴും ഈ ഖബറുകൾ തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത്. ഖാലി സീതി ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ആജ്ഞപ്രകാരം ജിന്നുകളാണ് ഈ ഖബറുകൾ കുഴിച്ചതെന്ന് മഹാനായ കോയമ്മത്തങ്ങൾ മത്വാലി ഉൽ ഹുദയിൽ പറയുന്നുണ്ട്. പഴമക്കാരുടെ വിശ്വാസവും ഇതുതന്നെ. ഈ പെരുന്നാൾ പറമ്പിനെ ചിലർ കേരളത്തിലെ ആദ്യത്തെ ഈദ്ഗാഹാക്കി മാറ്റാൻ ശ്രമിച്ചതായി കാണുന്നുണ്ട്. വാസ്തവത്തിൽ ആദ്യത്തെ ജുമാ മസ്ജിദായ കക്കുളങ്ങര പള്ളിയിൽ ഉൾക്കൊള്ളാനാവാത്ത വിധം മുസ്ലിങ്ങൾ അധികരിക്കുകയും ഇസ്ലാമിക കേന്ദ്രമായി മാറുകയും ചെയ്തപ്പോഴാണ് ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാനാകും വിധം നിസ്കാരം മന്ന പറമ്പിലേക്ക് മാറ്റിയത്. വളപട്ടണം വലിയ ജുമാ മസ്ജിദ് സ്ഥാപിച്ചതിനു ശേഷം ഇങ്ങനെ ഒരു നിസ്കാരവും മേൽ പറമ്പിൽ വെച്ച് നടത്തപ്പെട്ടിട്ടില്ല. കുന്നത്തുപള്ളി. ഖാലി സീതി ഇബ്രാഹിം അവറുകൾ ഹസ്രത്ത് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളെയും സഹഗാമികളെയും ആദരപൂർവം സ്വീകരിക്കുകയും കുന്നത്ത് പള്ളിക്ക് സമീപം താമസത്തിനായി ഒരു വീട് നൽകുകയും ചെയ്തു. ഇത് കുന്നത്ത് പള്ളി മഖാം. ഇവിടെയാണ് ഹസ്രത്ത് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ 2 ഭാര്യമാരും മക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബുഖാറയിലെ സ്വലാഹുദ്ദീൻ ജുംഅത്തുൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിന്റെ മകളായിരുന്നു ആദ്യ ഭാര്യ. ശേഷം ഖാലി സീതി ഇബ്രാഹിമിന്റെ സഹോദരിയെ വിവാഹം ചെയ്ത് സയ്യിദിന്റെ അകത്ത് വീട്ടിൽ താമസമാക്കി. ഖാലി സീതി ഇബ്രാഹിമിന്റെ ശേഷം ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വളപട്ടണത്തെ 22ാം ഖാലിയായി അവരോധിക്കപ്പെട്ടു. അങ്ങനെയാണ് ഖാലി പട്ടം സിദ്ദീഖി പരമ്പരയിൽ നിന്ന് സയ്യിദ് പരമ്പരയിലേക്ക് മാറുന്നത്. സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി സഖാഫി തങ്ങളാണ് ഇപ്പോഴത്തെ 37ാം ഖാലി. സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾക്ക് 2ാം ഭാര്യയിൽ ജനിച്ച ഏക സന്താനമാണ് സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി. കൊച്ചിയിലെ ചെമ്പിട്ടപ്പള്ളിയുടെ വടക്ക് വശത്താണ് മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പൊന്നാനി മഖ്ദൂം അല്ലാമ ഷെയ്ഖ് സൈനുദ്ദീൻ മഅബരി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ ഗുരുവാണ് സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി എന്ന ചരിത്ര വസ്തുത വെളിച്ചം വീശുന്നത് വളപട്ടണത്തിന്റെ ഉദാത്തമായ പൈതൃക പാരമ്പര്യത്തിലേക്കാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ആത്മീയ ഗുരുവായ സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മഹാനുഭാവന്റെ പേരിൽ മർസിയ അഥവാ വിലാപകാവ്യം രചിച്ചിട്ടുണ്ട്. കുന്നത്ത് പള്ളിത്തടം. മസ്ജിദുൽ കസീബ് കുന്നത്ത് പള്ളിക്ക് പടിഞ്ഞാറ് വശം തടത്തിൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് 12 വർഷക്കാലം ഇബാദത്തിലായി കൂടിയ മഹാനെക്കുറിച്ചുള്ള ചരിത്രം പഴമക്കാർ തലമുറയായി കൈമാറി വരുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻതലമുറയിൽപ്പെട്ട ഹസ്രത്ത് റമദാൻ റളിയല്ലാഹു അൻഹു പ്രാചീന മുസ്ലിം കേന്ദ്രമായ വളപട്ടണത്ത് പ്രബോധനം നടത്തിയവരിൽ പ്രമുഖനാണെന്നും ഇദ്ദേഹത്തെ മറവ് ചെയ്തത് ഇവിടെ തന്നെയാണെന്നും മത്വാലി ഉൽ ഹുദയിൽ പറയുന്നുണ്ട്. വളപട്ടണത്തെ ആദ്യ മുസ്ലിം ഖബർസ്ഥാനമാണ് കുന്നത്ത് പള്ളി പരിസരം. മക്കയിലെ പുരാതന മുസ്ലിം പള്ളികളെ സംബന്ധിച്ചുള്ള ഡയറക്ടറിയിൽ 137ാം സ്ഥാനത്ത് ബലാഫത്തനിലെ മസ്ജിദുൽ കസീബ് എന്ന് പരാമർശിക്കുന്നുണ്ട്.
ആധ്യാത്മിക സൂഫി രംഗങ്ങളിലും വളപട്ടണം പ്രദേശം പ്രോജ്വലിച്ചു നിൽക്കുന്നു. 3 നൂറ്റാണ്ടുകളായി തുടർന്നുവരുന്ന റിഫായി റാത്തീബും ഷാദുലി ഹലറിയും ഖാദിരി റാത്തീബും കുളങ്കര, പ്യാളി, തെക്യാവ് പള്ളികൾ കേന്ദ്രീകരിച്ച് ആഴ്ചകളിലും മാസാന്തവും നടന്നുവരുന്നു. കൂടാതെ കേരളത്തിലേക്ക് ഹദ്ദാദ് റാത്തീബ് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച സയ്യിദ് അഫീഫുദ്ദീൻ അബ്ദുല്ല അൽ ഹൈദറൂസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നതും വളപട്ടണം കൊക്കിലകത്ത് മഖാമിലാണ്. ദിക്ർ ഹൽഖ, റാത്തീബ് ഹലറ, ആണ്ട് നേർച്ച, അന്നദാനം ഇത്യാദി ആവശ്യങ്ങൾക്കായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് തെക്യാവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളപട്ടണത്തെ 2 തെക്യാവുകൾ പിന്നീട് പള്ളികളായി വഖഫ് ചെയ്യപ്പെട്ടു. വളപട്ടണം വലിയ ജുമാ മസ്ജിദിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട് തൃശ്നാപ്പള്ളി സ്വദേശിയായ പെട്ടി ഷെയ്ഖ് എന്നറിയപ്പെട്ട അബ്ദുറഹീം ഇബ്നു മൊയ്തീൻ അൽ ഹാജ് സ്ഥാപിച്ചതാണ് ഈ തെക്യാവ്. ബഗ്ദാദിൽ നിന്ന് ഷെയ്ഖ് അബ്ദുല്ലാഹിൽ മൂസൂരിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ച് വളപട്ടണത്ത് പ്രബോധനം നടത്തിയ മഹാനവറുകൾ നട്ട ഈ മുന്തിരിവള്ളി നൂറ്റാണ്ട് പിന്നിട്ടിട്ടും നിലനിൽക്കുന്നുണ്ട്. കാഞ്ഞിരമറ്റം ഷെയ്ഖ് ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹുവിന്റെ 2 ശിഷ്യന്മാർ ആലൂൽ പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. കുളങ്ങരപ്പള്ളി ധാരാളം ആത്മീയ ജ്യോതിസുകൾക്ക് ജന്മം നൽകിയ ഭവനമാണ് വലിയ കീപ്പാട്ട് സയ്യിദ് ഭവനം. 31-ാം ഖാലി സയ്യിദ് മുഹമ്മദ് കോയമ്മത്തങ്ങളുടെ മകൻ സയ്യിദ് മുഹ്ലാർ തങ്ങൾ മതപഠനം കഴിഞ്ഞ് ഹജ്ജ് വേളയിൽ പ്രസിദ്ധ സൂഫി വര്യനും മക്ക മുഫ്തിയുമായ സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ എന്നവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങുകയും വീടിനടുത്ത് തന്നെ പള്ളി പണിത് 30 വർഷക്കാലം ദർസ് നടത്തുകയും ചെയ്തു. അക്കാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. റിഫായി റാത്തീബ് ഹലറ ഇവിടെ നടന്നുവരുന്നുണ്ട്. പുരാതന ചരിത്രകാവ്യം. ആദ്യം വളപട്ടണം കക്കുളങ്ങര പള്ളി ലൈബ്രറിയിലും ഇപ്പോൾ ഖാദിമാരുടെ കൈവശമുള്ളതുമായ ഒരു പുരാതന ചരിത്രകാവ്യം വളപട്ടണത്തുണ്ട്. മലബാറിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ച സ്വഹാബികളെയും ചേരമാൻ പെരുമാളിന്റെ ഇസ്ലാമാശ്ലേഷണ ചരിത്രവും വിവരിക്കുന്ന കാവ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആണ് വളപട്ടണത്തെ ആദ്യ ഖാദി എന്ന് പറയുന്നുണ്ട്. ശിലാലിഖിതങ്ങൾ. വളപട്ടണം അറബി ശിലാലിഖിത രേഖകളിൽ പ്രസിദ്ധമാണ്. ഹിജ്റ 471 എന്ന് രേഖപ്പെടുത്തിയ കക്കുളങ്ങര പള്ളിയിലെ ശിലാരേഖ വളരെ പ്രാചീനമായ ചതുരക്കൂഫി ലിപിയിലാണ് ലിഖിതമുള്ളത്. ദൈവസ്തുതിക്ക് പുറമെ അള്ളാഹുവിനിഷ്ടപ്പെട്ട മതം ഇസ്ലാമാണെന്നും അലി ബിൻ കസൂരി റളിയല്ലാഹു അൻഹു ഹിജ്റ 471 വഫാത്തായെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ ലിഖിതത്തിലുള്ളതാണെങ്കിലും ചെറിയ കല്ലിലെ തെളിയാത്ത ലിഖിതം ഇതിനും എത്രയോ മുമ്പ് എഴുതപ്പെട്ടതാവാം. കൂടാതെ വളപട്ടണം പാലത്തിനടുത്തെ കോട്ടപ്പടി മഖാമിന്റെ തലയുടെ ഭാഗത്ത് ഒട്ടിച്ചു വെച്ചിട്ടുള്ള ശിലാഫലകത്തിലെ വരികളിൽ അൽ മഗ്രിബി അഥവാ മൊറോക്കോക്കാരൻ എന്ന് വ്യക്തമാണ്. വളപട്ടണം മന്ന ഖബർസ്ഥാനിൽ കാട് തെളിച്ചപ്പോൾ
വെളിവായ അതിപുരാതനമായ 3 ഖബറുകളിലെ മീസാൻ കല്ലുകളിൽ നിറയെ രേഖപ്പെടുത്തി കാണുന്ന രേഖകളും മുഹിയുദ്ദീൻ പള്ളിയിൽ കാണപ്പെട്ട എഴുത്തോലയും ചരിത്ര പുനർവായന ആവശ്യപ്പെടുന്ന പൈതൃക ശേഷിപ്പുകളാണ്. വളപട്ടണവും ദേശീയ പ്രസ്ഥാനങ്ങളും. സ്വാതന്ത്ര്യ സമരത്തിൽ മഹത്തായ പങ്കുവഹിച്ചൊരു ചരിത്രം വളപട്ടണത്തിന് പറയാനുണ്ട്. ചിറക്കൽ കോലത്തിരിയും അറക്കൽ രാജാവുമൊത്തു ചേർന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുക്കാൻ വളപട്ടണത്തെ മുസ്ലിങ്ങൾ നടത്തിയ ധീര സമരത്തെ തുഹ്ഫത്തുൽ മുജാഹിദീൻ വരച്ചു കാട്ടുന്നുണ്ട്. പഴയ ചിറക്കൽ താലൂക്കിൽപ്പെട്ട ഇവിടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1925-30 കാലഘട്ടത്തിലാണ്. ഖിലാഫത്ത് പ്രക്ഷോഭവുമായി സഹകരിച്ച പാരമ്പര്യവും ഈ നാടിനുണ്ട്. ഖിലാഫത്ത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അലി സഹോദരന്മാർ, ഫാത്തിമ ജിന്ന, മിസിസ് ലിയാഖത്ത് അലി ഖാൻ, സത്താർ സേട്ട് തുടങ്ങിയവർ ഈ പൊക്കിലകത്ത് ഭവനത്തിലാണ് താമസിച്ചത്. അന്ന് ഈ ഭവനമായിരുന്നു ഖിലാഫത്തിന്റെ സിരാകേന്ദ്രം. സയ്യിദന്മാരും സുന്നി പണ്ഡിതന്മാരുമായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. വളപട്ടണത്തെ ധീരദേശാഭിമാനികൾ പകൽ സമയത്ത് കോഹിനൂർ കമ്പനിയുടെ പരിസരത്ത് ഒളിച്ചിരുന്ന് പാതിരാത്രി വലിയൊരു തോണിയിൽ കയറി വളപട്ടണം പഴയ പാലത്തിന് എതിർവശത്തുള്ള പാറക്കൂട്ടങ്ങളിൽ ഒളിച്ചിരുന്ന് രാവിലെ കീരിയാട് വയൽ പ്രദേശത്തിറങ്ങി ഗേറ്റിൻ്റെ അവിടേക്ക് നീങ്ങി യോഗം കൂടി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ഈ പാറ പിന്നീട് ക്വിറ്റ് ഇന്ത്യ പാറ എന്ന പേരിൽ പ്രസിദ്ധമായി. ഈ സംഭവം AKG തൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിതം പുസ്തകം 34 വിശദീകരിക്കുന്നുണ്ട്. പാണ്ഡികശാല നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ വളപട്ടണം പാണ്ഡികശാല പോർച്ചുഗീസുകാരാണ് പണിതതെന്ന് ആദ്യമായി പ്രസ്താവിക്കുന്നത് വില്യം ലോഗന്റെ മലബാർ മാനുവലിലാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബഹിഷ്കരിച്ചുകൊണ്ട് അറബി, ഉറുദു പാഠ്യവിഷയമാക്കി ഖിലാഫത്തെ സ്കൂൾ 1921 രാജാജി ഇവിടെ ഉദ്ഘാടനം ചെയ്തു. പിന്നീടത് സുബുലുസ്സലാം മദ്രസയിലേക്ക് മാറ്റി. 1946 ലിയാഖത്ത് അലി ഖാനാണ് മദ്രസയുടെ ശിലാസ്ഥാപനം നടത്തിയത്. ചുരുക്കത്തിൽ പൈതൃകങ്ങളുടെ പറുദീസയാണ് വളപട്ടണം. വാണിജ്യ, വ്യാപാര, ആധ്യാത്മിക, സാഹിത്യ, പുരാവസ്തുശാസ്ത്ര മേഖലകളിലെ ഈ നാടിൻ്റെ പൈതൃകം അദ്വിതീയമാണ്. ഭൗതിക അതിപ്രസരം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ കൂട്ടവും ക്ലബ്ബ് സംസ്കാരവും സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത യുവതയും കാരണം പൈതൃക നാടായ ബദ്ഫത്തൻ പടിയിറങ്ങുകയാണോ എന്ന ആശങ്ക ബാക്കിയുണ്ട്.